ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജീവൻ്റെ ജനിതകത്തിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യത്തെ 2 പാർട്ടുകളിലായിട്ട് നമ്മൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ DNA-യുടെ സ്ട്രക്ചർ, RNA-യുടെ സ്ട്രക്ചർ ആൻഡ് RNA-യിലുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പ്രോട്ടീനായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കിയാലോ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ജീനുകളും അതെങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതുമാണ്. സോ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. സ്വഭാവങ്ങളിലെ സാമ്യ വ്യത്യാസങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിലുള്ള പല സവിശേഷതകളും നമ്മുടെ പാരൻസിനുള്ളത് തന്നെ ആയിരിക്കും അല്ലേ. അതായത് അവരിൽ നിന്ന് പാരമ്പര്യമായി നമുക്ക് കിട്ടിയ പല കാര്യങ്ങളും നമ്മളിലുണ്ടായിരിക്കാം. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരുമായിരിക്കാം അല്ലേ. അങ്ങനെ ഒരു ക്യാരക്ടർ അവർക്ക് പാരൻസിന് 2 പേർക്കും ഉണ്ടാവില്ല, പക്ഷേ കുഞ്ഞുങ്ങളിൽ അത് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ 2 സാധ്യതകളും ഉണ്ട്. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. എന്നാൽ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാവുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാം, എന്നാൽ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകൾ നമുക്കുണ്ടായിരിക്കാം. എന്തു തന്നെ ആയാലും ഈ ഒരു സവിശേഷതകൾ, ഈ ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണെങ്കിലും വ്യതിയാനം സംഭവിക്കുന്നതാണെങ്കിലും എല്ലാം എന്ത് കാരണമാണ്? മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യത്തിനും വ്യതിയാനത്തിനും ഒക്കെ കാരണമാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ജീനുകൾ, അതെങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആരാണ് ഈ ജീനുകളെക്കുറിച്ച് ആദ്യമായിട്ട് പഠിച്ചത്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം കണ്ടെത്തിയത് ആരാണ് എന്നൊക്കെ നമുക്ക് നോക്കണം. പൂന്തോട്ടത്തിലെ ജനിതക ശാസ്ത്രം. അപ്പോൾ ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പറയുന്ന ശാസ്ത്രശാഖേനെയാണ് എന്ത് പറയുക? ജനിതക ശാസ്ത്രം അഥവാ ജെനറ്റിക്സ് എന്ന് പറയുക. ഇനി ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന ഈ ഒരു സയൻറ്റിസ്റ്റാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഇദ്ദേഹം തോട്ടപ്പയർ ചെടികളിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് കാരണമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ചെക്ക് റിപ്പബ്ലിക്കിലെ വടക്കൻ മൊറാവിയയിൽ ഒരു ഗ്രാമത്തിലെ ഹൈൻസിസിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു, പുരോഹിതനായിരുന്നു, ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു. അതിന് പ്രീസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എവിടെയാണ്? ബ്രൂണിലെ അഗസ്തീനിയൻ എന്ന് പറയുന്ന അവിടെയുള്ള ഒരു ആശ്രമത്തിൽ ചേർന്നു. അങ്ങനെ പുരോഹിതനായി. അതിനുശേഷം വിയന്ന സർവകലാശാലയിൽ നിന്ന് ഭൗതികശാസ്ത്രം, ഗണിതം, പ്രകൃതിശാസ്ത്രം ഇതിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തി ശാസ്ത്രീയമായ ഡാറ്റ വിശകലനം ചെയ്ത് അത് സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയിൽ മനസ്സിലാക്കുകയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഓക്കെ, അതാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡലിനെ കുറിച്ചിട്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇനി അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു പരീക്ഷണങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 1856 ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ, അദ്ദേഹം ജീവിക്കുന്ന ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ ഈ തോട്ടപ്പയർ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചെടികൾ, പൈസം സറ്റൈവം എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത്. ആ ചെടികളിൽ ചില പ്രത്യേക സ്വഭാവങ്ങൾ എടുത്തിട്ട് അത് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തി. അതായത് പൂവിൻ്റെ നിറമാണെങ്കിലും വിത്തിൻ്റെ ആകൃതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു. അത് വെച്ചിട്ടാണ് പരീക്ഷണങ്ങൾ ചെയ്തത്. പരീക്ഷണങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ആയിരിക്കും അദ്ദേഹം ചെയ്യേണ്ടാവുക? പല വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ വളർത്തിയിട്ട് അതിൽ അദ്ദേഹം തന്നെ എന്ത് ചെയ്യും? ഈ പോളിനേഷൻ ചെയ്തിട്ട് വർഗസങ്കരണം നടത്തിയിട്ട് അടുത്തൊരു തലമുറയിൽ എങ്ങനെയുള്ള ചെടികളാണ് ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹം നിരീക്ഷിക്കും. അതായത് ഈ തോട്ടപ്പയറാകുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് അടുത്തത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പയർ വിത്തുകൾ ശേഖരിച്ച് അതിനെ വീണ്ടും നട്ടിട്ട് അത് വലുതാവുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഏത് തരത്തിലുള്ള ചെടിയാണ് ഉണ്ടായതെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ നടന്നത്. അപ്പോൾ അദ്ദേഹം ഈ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ
ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, മനസ്സിലായി. അതിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ചിത്രീകരിക്കുകയും ചെയ്തു. ഇനി ഈ അദ്ദേഹം അന്ന് കണ്ടെത്തിയ ഈ ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്ന് ജീനുകൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകളെ എന്താണ് അറിയപ്പെടുന്നതെന്ന് അറിയാമോ? പാരമ്പര്യ പ്രേക്ഷണ നിയമങ്ങൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം കണ്ടെത്തിയ ഈ പാരമ്പര്യ പ്രേക്ഷണ നിയമങ്ങളാണ് ഇന്നും ഈ ജനിതക ശാസ്ത്രത്തിൻ്റെ ഒരു ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ അദ്ദേഹം നാച്ചുറൽ ഹിസ്റ്ററി, ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററിയിൽ അവതരിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള പ്രബന്ധം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത സമയത്ത് അന്നത്തെ ശാസ്ത്ര സമൂഹം അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ കാര്യമായി എടുക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല. അങ്ങനെ 1884 ഗ്രിഗർ മെൻഡൽ എന്ത് ചെയ്തു, അന്തരിച്ചു. ശേഷം 16 വർഷങ്ങൾക്ക് ശേഷം 1900 വേറെ 2-3 സസ്യശാസ്ത്രജ്ഞർ, അതായത് ഹ്യൂഗോ ഡീവ്രിസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാർക്ക്, അവരൊക്കെയാണ് അവരുടെ പഠനത്തിൻ്റെ ഇടയിലാണ് ഈ മെൻഡലിൻ്റെ പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അങ്ങനെയാണ് മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടിട്ട് അത് ജനിതക ശാസ്ത്രത്തിൻ്റെ ഒരു ബേസ് ആവുകയും ജനിതക ശാസ്ത്രം ഒരു വലിയ ശാസ്ത്രശാഖയായിട്ട് പിന്നീട് വളർന്ന് വരികയും ചെയ്തത്. സോ ഇനി മെൻഡലിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ മെൻഡൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗ്ഗസങ്കരണ പരീക്ഷണം നടത്തിയത്. അതായത് ആദ്യം ഒരു സവിശേഷത എടുത്തു. ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റിനെ കുറിച്ച് മാത്രം ആണ് ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കൂ, ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ച് നടത്തിയ വർഗ്ഗസങ്കരണ പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത മാതൃസസ്യങ്ങൾ എന്തായിരുന്നു? ഒന്ന് ഉയരം കൂടിയതും ഒന്ന് ഉയരം കുറഞ്ഞതിനെയാണ് മാതൃസസ്യങ്ങളായിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിലെ ആദ്യത്തെ തലമുറയിലുണ്ടായ സസ്യങ്ങൾ എല്ലാം എങ്ങനെയായിരുന്നു? ഉയരം കൂടിയതായിരുന്നു. അതിനെയാണ് ഒന്നാം തലമുറയിനെയാണ് F1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായ ഒന്നാം തലമുറയിലുണ്ടായ എല്ലാ ചെടികളും എന്തായിരുന്നു? ഉയരം കൂടിയതായിരുന്നു. അപ്പോൾ ഈ ഉയരക്കുറവ് എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഫസ്റ്റ് അതായത് മാതൃസസ്യങ്ങളിൽ ഒന്നിന് ഉയരം കുറവായിരുന്നു, പക്ഷേ ഉണ്ടായ ചെടികൾക്കൊക്കെ ഉയരമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉയരക്കുറവ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടാവുമല്ലോ, അതെവിടെ പോയി എന്ന് അദ്ദേഹം ആലോചിച്ചു. ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകാം എന്ന് അദ്ദേഹം ഊഹിച്ചു. ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിന് വിധേയമാക്കി. അങ്ങനെ രണ്ടാം തലമുറ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഈ വിത്തിനകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അത് ആണ് അടുത്ത ജനറേഷനിൽ നമ്മൾ ആ വിത്ത് വലുതാകുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒന്നാമത്തെ ജനറേഷനിൽ എല്ലാവർക്കും ഉയരമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉയരക്കുറവ് എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടല്ലോ, അതെവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒന്നാം തലമുറയിലുണ്ടായ ചെടിയെ വീണ്ടും എന്ത് ചെയ്തു? സ്വപരാഗണത്തിന് വിധേയമാക്കി. അതായത് ഇതിൻ്റെ ഈ ഒന്നാം തലമുറയിലുണ്ടായ ഈ ചെടിയുടെ തന്നെ പൂമ്പൊടി അതിൽ തന്നെ പരാഗണം, സ്വപരാഗണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എന്തുണ്ടായി? രണ്ടാം തലമുറ സസ്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. ഈ രണ്ടാം തലമുറ സസ്യം ഉണ്ടായപ്പോൾ അതിൽ 2 ടൈപ്പും ഉണ്ടായിരുന്നു. ഉയരം കൂടിയതും ഉണ്ടായിരുന്നു, ഉയരം കുറഞ്ഞതും ഉണ്ടായിരുന്നു. അതിൻ്റെ കണക്ക് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയാണ്? 1064 ചെടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ 787 എണ്ണം ഉയരം കൂടിയതും 277 എണ്ണം ഉയരം കുറഞ്ഞതുമായിരുന്നു. അതായത് 3:1 എന്നുള്ള ഒരു അനുപാതത്തിലാണ് ഈ ചെടികൾ ഉണ്ടായത്. അപ്പോൾ നോക്കൂ, ആദ്യം തിരഞ്ഞെടുത്ത മാതൃസസ്യത്തിന് എന്തുണ്ടായിരുന്നു? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നാം തലമുറയിൽ എല്ലാം ഉയരം കൂടിയതായിരുന്നു ഉണ്ടായത്. ഉയരം കുറഞ്ഞതെന്നുള്ള ഒരു ക്യാരക്ടർ അവിടെ കാണിച്ചതേ ഇല്ല. പക്ഷേ ഈ ചെടീനെ വീണ്ടും സ്വപരാഗണം നടത്തി രണ്ടാം തലമുറ സസ്യങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ ഈ ഉയരം കുറഞ്ഞത് എന്നുള്ള ക്യാരക്ടർ എന്ത് ചെയ്തു? വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നോക്കൂ, ഒന്നാം തലമുറയിൽ അത് എന്ത് ചെയ്യായിരുന്നു? അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. രണ്ടാം തലമുറയിൽ അത് വീണ്ടും പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്നതിനൊരു പ്രത്യേക അനുപാതം കൂടിയുണ്ട്. കുറച്ചെണ്ണത്തിൽ അതേ, കുറച്ചെണ്ണത്തിൽ ഇത്. അങ്ങനെയല്ല, കറക്റ്റ് 3:1 എന്നുള്ള ഒരു അനുപാതത്തിലാണ് ഈ ഉയരം കുറഞ്ഞത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാൻ കാരണം എന്താണ്? അതിൽ ഒരു ക്യാരക്ടർ മാത്രമാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഉയരം എന്നുള്ള ഒരു ക്യാരക്ടർ മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രോസുകളെയാണ്, ഇത്തരത്തിലുള്ള ഈ ഒരു വർഗ്ഗസങ്കരണ പരീക്ഷണങ്ങളെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. സോ മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം വീണ്ടും നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് പറയും. അതിനു മുമ്പ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള സൂചകങ്ങളൊന്ന് നോക്കാം. ങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? പരിഗണിച്ച സ്വഭാവവും അവയുടെ ഗുണങ്ങളും. ഏത് സ്വഭാവമാണ് പരിഗണിച്ചത്? ഉയരമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്ന് ആദ്യം സൂചകങ്ങളൊന്ന് വായിക്കാം, എന്നിട്ട് ഒരുമിച്ച് അതിൻ്റെ നോട്ട്സ് നോക്കാം. പിന്നെ ഒന്നാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരുന്നതുമായ ഗുണങ്ങൾ, അതുപോലെ സ്വപരാഗണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അതിൻ്റെ പ്രാധാന്യം എന്താണ്, രണ്ടാം തലമുറയിലെ ഗുണങ്ങൾ എന്തൊക്കെയാണ് വന്നത് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള നോട്ട്സ് നോക്കാം. ഏതൊക്കെയായിരുന്നു സ്വഭാവം എടുത്തിട്ടുണ്ടായിരുന്നത്? ഉയരം എന്നുള്ളതാണ് അല്ലേ. അതിലത്തെ ഗുണങ്ങൾ രണ്ടെണ്ണം, ഉയര കൂടുതലുള്ളതും ഉയര കുറവും. അപ്പോൾ സ്വഭാവം ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഉയരമായിരുന്നു. അതിന് രണ്ട് തരത്തിലായിരുന്നു അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഒന്ന് ഉയരമുള്ളതും ഒന്ന് ഉയരമില്ലാത്തതും. ഇനി ഒന്നാം തലമുറയിൽ പ്രകടമായത് ഉയര കൂടുതൽ എന്ന ഗുണവും മറഞ്ഞിരുന്നത് ഉയരക്കുറവ് എന്ന ഗുണവുമായിരുന്നു. ഒന്നാം തലമുറയിൽ ഉയരക്കുറവ് എന്നുള്ള ഗുണം കണ്ടിരുന്നില്ല. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് സ്വപരാഗണം നടത്തിയത്? ഒന്നാം തലമുറയിലെ സസ്യങ്ങളിലെ ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സ്വപരാഗണം നടത്തി നോക്കിയത്. അതിൻ്റെ ഉള്ളിൽ അത് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാം തലമുറയിലെ എന്തൊക്കെയാണ് അതിൽ എക്സ്പ്രസ് ചെയ്തത്? രണ്ടാം തലമുറയിൽ ഉൽപ്പാദിപ്പിച്ച 1064 ചെടികളിൽ 787 ഉയരം കൂടിയവയും 277 ഉയരം കുറഞ്ഞവയുമായിരുന്നു. അതിൻ്റെ അനുപാതം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? 3:1 എന്നുള്ള ഒരു അനുപാതത്തിലാണ് ആ ഗുണങ്ങൾ എക്സ്പ്രസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ്. മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് ഇത് പറയണേന്നുള്ളത് കൃത്യമായിട്ടുള്ള ഇതുണ്ടാവണം. ഇനി അതിനുശേഷം ഇതിപ്പോൾ ഒരു സ്വഭാവം മാത്രമാണ് അദ്ദേഹം എടുത്ത് പരീക്ഷിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ പയറ് ചെടിയിൽ തന്നെ മറ്റ് 6 വ്യത്യസ്ത സ്വഭാവങ്ങൾ ഇതേപോലെ ഓരോരോ സ്വഭാവങ്ങൾ എടുത്തിട്ട് ഇതേപോലെ പരീക്ഷണം ചെയ്ത് നോക്കിയപ്പോഴും അദ്ദേഹത്തിന് ആദ്യ പരീക്ഷണത്തിന് സമാനമായ ഫലമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ അനുമാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് ഗ്രിഗർ മെൻഡൽ അനുമാനിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് മാതാപിതാക്കളിൽ നിന്നുള്ള സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലെ സന്താനങ്ങളിൽ എത്തുന്നത്, അതായത് ലിംഗകോശങ്ങളിലൂടെ, നമ്മൾ അണ്ഡം ബീജം എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ലിംഗകോശങ്ങളിലൂടെയാണ് ഈ ക്യാരക്ടർ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് വരുന്നത് എന്നുള്ളത് അദ്ദേഹം അനുമാനിച്ചു. അപ്പോൾ ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെൻഡലിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യമുണ്ട്, നമ്മുടെ കോശത്തിനകത്തുള്ള ലിംഗകോശങ്ങൾക്കകത്തുള്ള ഏതോ ഒരു കാര്യമാണ് ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് പുതിയ തലമുറയിലേക്ക് വരണേ എന്നുള്ളത് മനസ്സിലായി. പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. അത് ഈ ക്രോമസോമിനകത്തുള്ള ജീനാണെന്നുള്ളത് പിന്നീടാണ് കണ്ടുപിടിച്ചത്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ അല്ലീലുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, സാധാരണയായി ഒരു ജീനിന് 2 അല്ലീലുകളാണുള്ളത്. ഇപ്പോൾ ഉയരം എന്നുള്ളത് ഒരു സ്വഭാവം, അതൊരു ജീനാണെങ്കിൽ അത് വ്യത്യസ്ത തരത്തിലുണ്ടാവും. ഉയര കൂടുതലിനൊരു ജീൻ ഉണ്ടാവും, ഉയരക്കുറവിനൊരു ജീൻ ഉണ്ടാവും. അതായത് ഒരു ജീന് തന്നെ 2 തരത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഉയര കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാം, ഉയരക്കുറവായിട്ടും എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ സാധാരണയായിട്ട് എന്തായിരിക്കും, ഒരു ജീനിന് 2 അല്ലീലാണ്, 2 തരത്തിലായിരിക്കും ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന, ഒരു സ്വഭാവത്തെ കാണിക്കുന്ന 2 അല്ലീലുകളായിരിക്കും, 2 തരത്തിലുള്ള ജീനുകളായിട്ടും ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉയരം എന്നുള്ള സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീന് നമ്മൾ ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2 തരത്തിൽ നമുക്കതിനെ പറയാം, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അതായത് ക്യാപിറ്റൽ ടി എന്തിനെ കാണിക്കുന്നു? ഉയര കൂടുതലിനെ കാണിക്കുന്നു. സ്മോൾ ടി ഉയരക്കുറവിനെ കാണിക്കുന്നു. അപ്പോൾ ടി എന്ന് പറയുന്നത്
ഉയരം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിന് 2 തരത്തിലുള്ള ജീനുകൾ ഉണ്ടാവാം, അതായത് 2 അലീലുകൾ ഉണ്ടാവാം. ഏതൊക്കെ? ക്യാപിറ്റൽ ടി എന്തിന്? ഉയര കൂടുതലിനെ കാണിക്കുന്നു, സ്മോൾ ടി ഉയര കുറവിനെ കാണിക്കുന്നു. ഇനി ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എങ്ങനെ വരുന്നു എന്നനുസരിച്ചിട്ടാണ് ഉയര കൂടുതലാണോ ഉയര കുറവാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതിനി നമ്മൾ അടുത്തത് പറയും. അപ്പോൾ ഒരു ജീവിനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് പുറമേ കാണുന്ന ചില ക്യാരക്ടർ ഉണ്ട്. ഇപ്പോൾ ഒരു പയറ് ചെടി, ഈ എക്സ്പെരിമെൻറ്റിൽ പയറ് ചെടിയാണെങ്കിൽ ആ പയറ് ചെടിക്ക് ഉയരം കൂടുതലാണോ ഉയരം കുറവാണോ എന്നുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ ഉള്ളിലെ ജീൻ ഏതാണെന്നുള്ളത് നമ്മൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകട രൂപത്തെ ഫീനോടൈപ്പ് എന്നും, അതായത് ഈ പറഞ്ഞ നമ്മൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഉയരം, നിറം, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സ്വഭാവത്തിൻ്റെ ആ ഒരു ഭാഗത്തിനെ പ്രകട രൂപം എന്നും അതിനെ എന്താ പറയുക? ഫീനോടൈപ്പ് എന്ന് പറയും. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ജനിതക ഘടനയുണ്ടല്ലോ, അതിനെയാണ് ജീനോടൈപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീനോടൈപ്പിനെയാണ്. പക്ഷെ നമ്മൾ ഉയരം കൂടുതലാണ് ഉയരം കുറവാണ് എന്ന് നമ്മൾ പറയുന്നത് ഫീനോടൈപ്പാണ്. അപ്പോൾ ഒരു ജീവിക്ക് ഫീനോടൈപ്പും ഉണ്ട് ജീനോടൈപ്പും ഉണ്ട്. ഇനി ജീനോടൈപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഈ പ്രതീകങ്ങൾ, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി അതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ മോണോ ഹൈബ്രിഡ് ക്രോസ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അടുത്ത ഭാഗം കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇത് ആൻസർ ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ മോണോ ഹൈബ്രിഡ് ക്രോസിനെ തന്നെ പ്രതീകങ്ങൾ വെച്ചിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇതിൽ നമുക്ക് ജീനോടൈപ്പ് എന്താണെന്നുള്ളത്, അതായത് പ്രകട ഗുണം എന്താണെന്നൊക്കെ നമുക്കൊന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, മാതൃസസ്യങ്ങൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജീനോടൈപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ക്യാപിറ്റൽ ടി ഉയരം കൂടിയതിനെ കാണിക്കുന്നു, സ്മോൾ ടി ഉയരം കുറഞ്ഞതിനെ കാണിക്കുന്നു. അപ്പോൾ ഒരു ജീനിന് 2 അല്ലീലുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ മാതൃസസ്യത്തിലെ 2 അല്ലീലുകളും ഏതാണ്? ക്യാപിറ്റൽ ടി ആണ്. ഇതിലാണെങ്കിൽ രണ്ടും സ്മോൾ ടി ആണ്. ഇനി ബീജകോശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക? ക്രോമസോമിൻ്റെ പകുതിയാണ് അണ്ടത്തിലേക്ക് വരുന്നു, പകുതി ബീജത്തിലേക്ക് വരുന്നു. ഇത് രണ്ടും കൂടി വീണ്ടും ജോയിൻ ചെയ്യുമ്പോഴാണ് കൃത്യമായ ക്രോമസോം നമ്പർ ഉണ്ടാകുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഈ 2 അലീലുകളുള്ളതിൽ ഒരെണ്ണം മാത്രമാണ് ബീജകോശത്തിലേക്ക് പോകുന്നുള്ളൂ. അതിപ്പോൾ അണ്ടത്തിലായാലും ബീജത്തിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ നോക്കൂ, ക്യാപിറ്റൽ ടി എന്നുള്ളിടത്ത് നിന്ന് ബീജകോശത്തിലേക്ക് എത്തുമ്പോൾ ഒരു ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ടാകുന്നു. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് തലമുറയിൽ ഉണ്ടാകുന്ന ചെടികൾ എങ്ങനെയായിരുന്നു? ഉയരം കൂടിയതായിരുന്നു. അതായത് ഫീനോടൈപ്പ്, നമുക്ക് കാണാൻ ആ ചെടി ഉയരം കൂടുതലായിരുന്നു. അതിൻ്റെ ജീനോടൈപ്പ് പക്ഷേ എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ ടി വന്നാലും അതെന്താണ്? ഉയരം കൂടുതലാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും ഉയരം കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉയരം എന്നുള്ള ഒരു സ്വഭാവത്തിൽ 2 ഗുണങ്ങളുണ്ടല്ലോ, ഉയര കൂടുതലുമുണ്ട് ഉയര കുറവുമുണ്ട്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു അല്ലീലുമുണ്ട്, സ്മോൾ ടി എന്ന് പറയുന്ന ഒരു അല്ലീലുമുണ്ട്. ഇതിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ഉയരം കൂടുതൽ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രകട ഗുണം. ഈ സ്മോൾ ടി അല്ലെങ്കിൽ ഉയരം കുറവ് എന്നുള്ളത് അതിൻ്റെ ഗുപ്ത ഗുണമാണ്, അല്ലെങ്കിൽ റിസസീവ് ആയിട്ടുള്ള ട്രെയ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ പ്രകട ഗുണം ഈ ഗുപ്ത ഗുണത്തിനെ എന്ത് ചെയ്യും? ഓവർ പവർ ചെയ്യും, അതായത് അതിനെ കവർ ചെയ്ത് നിൽക്കും. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും ഈ ക്യാപിറ്റൽ ടിയുടെ ക്യാരക്ടറാണ് പുറത്തേക്ക് ഫീനോടൈപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നത് ഈ ക്യാപിറ്റൽ ടിയുടെ ക്യാരക്ടറായിരിക്കും. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നപ്പോഴും അവിടുത്തെ പ്ലാന്റ് എങ്ങനെ വന്നത്? ഉയരം കൂടിയതായത്. ഇനി സ്മോൾ ടി വന്നാലോ? സ്മോൾ ടി വരുമ്പോൾ രണ്ടും ഒരേ ഏതാണ്? ഗുപ്തഗുണം കാണിക്കുന്ന അല്ലീലുകൾ തന്നെയാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഉയരം കുറവായിരിക്കും. അത് നമുക്ക് അടുത്ത ഭാഗം പറയുമ്പോൾ മനസ്സിലാവും. ഇനി അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്ന F1 തലമുറയിലെ പ്ലാന്റിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? സ്വപരാഗണം നടത്തുന്നു.
സ്വപരാഗണം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതേപോലെ തന്നെ മാതൃസസ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബീജകോശങ്ങളിൽ വരുമ്പോൾ പക്ഷെ എന്താണ് നോക്കൂ, 2 തരത്തിലുള്ള ബീജകോശങ്ങൾ അതിനുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് പകുതി ബീജകോശങ്ങളിലേക്ക് എന്ത് പോകും? ക്യാപിറ്റൽ ടി പോകും, പകുതിയിലേക്ക് സ്മോൾ ടി. അതായത് 50-50 ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ക്യാപിറ്റൽ ടിയും ഉണ്ടാകാം, സ്മോൾ ടിയും ഉണ്ടാകാം. ഇവിടെ അതുപോലെ എന്താ ഉണ്ടാവുക? ഇവിടെ അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി ഉണ്ടാവാം, സ്മോൾ ടി ഉണ്ടാവാം. ചാൻസ് ഉണ്ട്, രണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ പരാഗണം നടന്നിട്ട് അടുത്തൊരു തലമുറ ഉണ്ടാകുമ്പോൾ ഈ ബീജകോശങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ക്യാപിറ്റൽ ടിയുമായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന F1 തലമുറ, F2 തലമുറയിൽ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി ആയിരിക്കും അല്ലേ? അപ്പോൾ അവിടെ എങ്ങനെ വരും? ഉയരം കൂടുതൽ വരും. ഇനി അടുത്തതാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അതായത് ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും തമ്മിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഉണ്ടാകും. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? ഉയരം കൂടുതലായിരിക്കും ഉണ്ടാവുക അല്ലേ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, അടുത്ത ചാൻസ്. ഇതിലത്തെ സ്മോൾ ടിയും ഈ മാതൃസസ്യത്തിൻ്റെ ക്യാപിറ്റൽ ടിയിലുള്ള ബീജകോശവും തമ്മിൽ ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? അവിടെയും ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആണ് എഴുതുക. ഈ സ്മോൾ ടി ആദ്യം എഴുതാൻ പാടില്ല കേട്ടോ. എപ്പോഴും ക്യാപിറ്റൽ എഴുതിയതിന് ശേഷമേ സ്മോൾ എഴുതാൻ പാടുള്ളൂ. സ്മോൾ ടി ക്യാപിറ്റൽ ടി എന്ന് എഴുതരുത്, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ് ഉണ്ടാവുക? ഒരു ക്യാപിറ്റൽ ടി ഉള്ളത് കൊണ്ട് തന്നെ അവിടെയും പ്ലാന്റിന് ഉയരം കൂടുതലായിരിക്കും. ഇനി ഇവിടെ നോക്കൂ, ഈ സ്മോൾ ടിയും കൂടി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് സ്മോൾ ടി ആണ്. അവിടെ ഉണ്ടാകുന്ന പ്ലാന്റിന് എങ്ങനെയായിരിക്കും? ഉയരം കുറവായിരിക്കും. അപ്പോൾ 2 അല്ലീലുകൾ, രണ്ടും പ്രകട ഗുണമുള്ള അല്ലീലുകളാണ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? പ്രകട ഗുണമായിരിക്കും മുന്നിൽ നിൽക്കുക. അതേപോലെ പ്രകട ഗുണമുള്ള അല്ലീലും ഗുപ്ത ഗുണമുള്ള അല്ലീലും ഡൊമിനൻറ്റും റിസസീവും ഒരുമിച്ച് വന്നാലും ഡൊമിനൻറ്റിനെ, അതായത് പ്രകട ഗുണമുള്ള അല്ലീലിൻ്റെ ക്യാരക്ടറാണ് പുറത്തേക്ക് കാണുക. അതേസമയം 2 ഗുപ്ത ഗുണമുള്ള സ്മോൾ ടി എന്നുള്ള ഇതാണ് വരുന്നത്. അതായത് 2 ഗുപ്ത ഗുണമുള്ള അല്ലീലുകളാണ് ഒരുമിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ ഉയരം കുറവുള്ളതായിരിക്കും. അതായത് ആ ഗുപ്ത ഗുണത്തിൻ്റെ ക്യാരക്ടർ ഫീനോടൈപ്പായിട്ട് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്തത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ പ്രതീകങ്ങൾ വെച്ചിട്ടുള്ള ചിത്രീകരണം. ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, ഫുള്ളായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ നല്ല വൃത്തിയിൽ എഴുതി വെച്ചാൽ ഫുള്ളായിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇത് മറക്കരുത്. ഇനി നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ നോക്കാനുണ്ട്. മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ സൂചകങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. മാതൃസസ്യങ്ങളുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും, അതേപോലെ 1ാം തലമുറ സസ്യത്തിൻ്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഉയരം കൂടിയ മാതൃസസ്യത്തിൻ്റെയും 1ാം തലമുറ സസ്യത്തിൻ്റെയും ജീനോടൈപ്പുകൾ. പിന്നെ 2ാം തലമുറയിലെ സ്വഭാവങ്ങളുടെ അനുപാതം. അതായത് എന്തൊക്കെയായിരുന്നു? മാതൃസസ്യങ്ങളുടെ ജീനോടൈപ്പും ഫീനോടൈപ്പും പറയണം. ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? ഇതാണ് ജീനോടൈപ്പ്. ഫീനോടൈപ്പ് എന്താണ്? അതിൻ്റെ ക്യാരക്ടർ. ഇതാണ് ഫീനോടൈപ്പ് വരിക. ഇനിയും നോക്കൂ, 1ാം തലമുറയിലെന്ന് പറയുമ്പോൾ ഏതിൻ്റെ പറയണം? ഇതിൻ്റെയാണ് 1ാം തലമുറയിലെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീനോടൈപ്പും ഫീനോടൈപ്പും. പിന്നെ മാതൃസസ്യത്തിൻ്റെ ഉയരം കൂടിയതിൻ്റെ ജീനോടൈപ്പ് എന്തായിരുന്നു? ക്യാപിറ്റൽ ടി ആയിരുന്നു. പക്ഷേ 1ാം തലമുറയിലെ ഉയരം കൂടിയതിൻ്റെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആയിരുന്നു. പക്ഷേ രണ്ടിൻ്റെ ഫീനോടൈപ്പ് സെയിം ആണ്. ഓക്കെ, സോ നമുക്കതിൻ്റെ ഒരു നോട്ട് നോക്കാം. ആദ്യത്തെ നോക്കൂ, മാതൃസസ്യങ്ങൾ, അതിൻ്റെ ഫീനോടൈപ്പ് എന്താണ്? ഫീനോടൈപ്പ് ഉയരം കൂടുതൽ, ഉയരം കുറവ്. അപ്പോൾ ജീനോടൈപ്പ് എന്ത് വരും? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇനി പാരന്റ് പ്ലാന്റ്സിൻ്റെ ജീനോടൈപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി. 1ാം തലമുറ സസ്യത്തിൻ്റെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. പിന്നെ 1ാം തലമുറയിൽ ഉയരം കൂടുതൽ എന്ന സ്വഭാവം നിർണ്ണയിച്ചത് ക്യാപിറ്റൽ ടി എന്ന അലീലുകൾക്ക് പകരം ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്ന അലീലുകളായിരുന്നു. അതാണ് 1ാം തലമുറയിലുള്ള വ്യത്യാസം. പിന്നെ ഉയരം കൂടുതലും
ഉയരം കൂടുതലും കുറവുമുള്ള സസ്യങ്ങൾ തമ്മിലുള്ള അനുപാതം 3:1 ആണ്. ഈ റേഷ്യോ മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ഹൈബ്രിഡ് ക്രോസിൻ്റെ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ അതേതാണ് 3:1 ആണ്. അപ്പോൾ ആ റേഷ്യോ പ്രത്യേകം ഓർത്ത് വയ്ക്കണം. ഇനി നമ്മളിവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ആ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലായ്പ്പോഴും പ്രകട ഗുണം മാത്രമാണോ ഫീനോടൈപ്പ് ആകുക കണ്ടെത്തു. ഇപ്പോൾ പ്രകട ഗുണം ഏതാണ്, ഗുപ്ത ഗുണം ഏതാണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും പ്രകട ഗുണം മാത്രമാണോ ഫീനോടൈപ്പ് ആകുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് പറയേണ്ടത്, ഗുപ്ത ഗുണവും ഫീനോടൈപ്പ് ആയിട്ട് വരും. പക്ഷേ എപ്പോഴായിരിക്കണം, 2 അല്ലീലും സെയിം ആയിട്ട് വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഫീനോടൈപ്പ് കാണിക്കുള്ളൂ. അപ്പം നമുക്കതിൻ്റെ ആൻസർ നോക്കാം. നോക്കൂ, ഫീനോടൈപ്പ് എല്ലായ്പ്പോഴും പ്രകടഗുണം മാത്രമല്ല, 2 ഗുപ്തഗുണ അലീലുകൾ ഒന്നിച്ചു വരുമ്പോൾ ഗുപ്തഗുണം തന്നെ ഫീനോടൈപ്പായിട്ട് പ്രത്യക്ഷപ്പെടും. അതുകൂടാതെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോഡൊമിനൻസ്, മൾട്ടിപ്പിൾ അല്ലീലിസം അങ്ങനെയുള്ള പോളിജനിക് സ്വഭാവങ്ങൾ സാഹചര്യങ്ങളിലും ഫീനോടൈപ്പ് വ്യത്യസ്തപ്പെടാം. ഈ പറഞ്ഞതൊക്കെ എന്താണ് നമ്മളിതിന് ശേഷം ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോഡൊമിനൻസ് അതൊക്കെ അതെന്താണെന്നുള്ളത് അപ്പം മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും എന്താണ്, ഗുപ്തഗുണം ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇനി നോക്കൂ, മോണോഹൈബ്രിഡ് ക്ലോസിൽ നിന്നും ഗ്രിഗർ മെൻഡൽ രൂപീകരിച്ച അനുമാനങ്ങൾ ചുവടെ നൽകിയിട്ടുണ്ട്. നോക്കൂ എന്തൊക്കെയാണ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നതാണ് അല്ലേ. അല്ലീലുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ 1-ാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാവുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. അതായത് 1-ാം തലമുറയിൽ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ഉണ്ടായിരുന്നു. അതായത് മാതൃസസ്യങ്ങളിൽ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ഉണ്ടായിരുന്നു. പക്ഷെ 1-ാം തലമുറയിൽ വന്നപ്പോൾ ഉയരം കൂടിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രമാണ് പ്രകടമായത്, മറ്റേത് ഒളിഞ്ഞിരുന്നു. 1-ാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണമെന്നും മറഞ്ഞിരുന്നതിനെ ഗുപ്ത ഗുണമെന്നും പറയുന്നു. ഉയരം കൂടുതൽ ആണ് 1-ാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടത്, അപ്പോൾ അതാണ് എന്ത്, പ്രകട ഗുണം. ഉയരം കുറഞ്ഞത് ഒളിഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോൾ അതാണ് ഗുപ്ത ഗുണം. ഡൊമിനൻ്റ് ട്രൈറ്റും റെസസീവ് ട്രൈറ്റും. 1-ാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ 2-ാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. 1-ാം തലമുറയിൽ കിട്ടാത്ത ആ ഗുണം 2-ാം തലമുറ വന്നപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. അതായത് നമ്മൾ സ്വപരാഗണം നടത്തിയില്ലേ, അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു മാതൃസസ്യത്തിൽ ഉണ്ടായിരുന്നത്. അത് ഗ്യാമീറ്റുകൾ അല്ലെങ്കിൽ ലിംഗകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടായി, ക്യാപിറ്റൽ ടി വേറെയിലേക്ക് പോയി, സ്മോൾ ടി വേറെയിലേക്ക് പോയി അല്ലേ. അങ്ങനെയല്ലേ സംഭവിച്ചത്, അതാണ് ഇവിടെ പറയണത് കേട്ടോ. ലിംഗകോശങ്ങൾ വേർപിരിയും, കൂടിക്കലരാതെ വേർപിരിയും. അതുകൊണ്ടാണ് പല തരത്തിലുള്ളത് സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടായത്. 2-ാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്ത ഗുണമുള്ളവയുടെയും അനുപാതം 3:1 ആണ്. ഈ റേഷ്യോ നോക്കി വെക്കണം, ഇത് മാത്രമായിട്ട് ഇതേപോലെ ചോദിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിൽ താഴെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കൂ. ഉയര കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യം ഉണ്ടായില്ല, എന്തുകൊണ്ട്? ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ ഉണ്ടായതൊക്കെ എന്താണ്, ഉയരം കൂടിയതാണ് അല്ലെങ്കിൽ ഉയരം കുറഞ്ഞതാണ്. ഇടയിൽ കുറച്ച് ഉയരമുള്ളത് ഉണ്ടായില്ല, അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഉയരം കൂടുതലിൻ്റെ അല്ലീൽ, അതായത് ക്യാപിറ്റൽ ടി ഉയരം കുറവിൻ്റെ അല്ലീലിനെ പൂർണ്ണമായി മറയ്ക്കുന്നു. അതിനാൽ ഇടത്തരം ഉയരമുള്ള സസ്യങ്ങൾ ഉണ്ടാകുന്നില്ല. അതാണ് പ്രകട സ്വഭാവ നിയമം. അതായത് ഇപ്പോൾ മെൻഡൽ മോണോഹൈബ്രിഡ് ക്രോസിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിൽ നിന്ന് തന്നെയാണ് നമ്മൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് ഓവർ പവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ ടിയുടെ ക്യാരക്ടർ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ഇടത്തരം ഉയരമുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. ഒന്നില്ല, ഇവിടെ ക്യാപിറ്റൽ ടിയുടെ മാത്രമാണ് പുറത്ത് കാണാൻ പറ്റുന്നുള്ളൂ. ഇനി അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1-ാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം 2-ാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ, അതെങ്ങനെയായിരിക്കും? F1 തലമുറയിലെ സസ്യങ്ങൾ പ്രത്യക്ഷത്തിൽ ഉയരം കൂടിയവയാണെങ്കിലും അവയിൽ ഉയരം കുറവിൻ്റെ സ്മോൾ ടി അല്ലീൽ എന്ത് ചെയ്യുന്നുണ്ട്, മറഞ്ഞിരിക്കുന്നുണ്ട്. F1 ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സിൻ്റെ ജീനോടൈപ്പ് എന്തായിരുന്നു, ക്യാപിറ്റൽ ടി
സ്മോൾ ടി അല്ലേ, ഒന്നാം തലമുറയിൽ. ഈ സസ്യങ്ങളെ സ്വപരാഗണം നടത്തുമ്പോൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി എന്നീ അല്ലീലുകൾ വേർപിരിഞ്ഞ് ലിംഗകോശങ്ങൾ രൂപപ്പെടുന്നു. ക്യാപിറ്റൽ ടി, സ്മോൾ ടി ലിംഗകോശങ്ങൾ തമ്മിൽ ക്രമരഹിതമായി സംയോജിക്കുന്നതിനാൽ എന്ത് സംഭവിക്കാം? സ്മോൾ ടി എന്ന ജീനോടൈപ്പുള്ള സന്തതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവയിൽ പ്രകടഗുണത്തെ നിയന്ത്രിക്കുന്ന അല്ലീൽ ഇല്ലാത്തതിനാൽ ഉയരം കുറവ് എന്ന ഗുപ്തഗുണം പ്രകടമാകുന്നു. അതാണ് ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെടാൻ കാരണം. അതായത് സ്മോൾ ടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടായത് എങ്ങനെയാ? ഈ അല്ലീലുകൾ സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടായി? ലിംഗകോശങ്ങൾ ഉണ്ടായി. പിന്നെ അത് റാൻഡമായിട്ട് ക്രമരഹിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംയോജിക്കാനുള്ള സാധ്യതയുണ്ട് പരാഗണം നടക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് സ്മോൾ ടി എന്ന് പറയുന്ന ജീനോടൈപ്പുള്ള ചെടികളും ഉണ്ടാകും. ഇതിൽ ക്യാപിറ്റൽ ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗുപ്തഗുണത്തിൻ്റെ ക്യാരക്ടർ ഫീനോടൈപ്പായിട്ട് വരുന്നുണ്ട്. ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ മാത്രമാണ് സ്മോൾ ടിക്ക് അതിൻ്റെ ക്യാരക്ടർ കാണിക്കാൻ പറ്റാതിരിക്കുക. ഇവിടെ അതില്ലാത്തത് കൊണ്ട് സ്മോൾ ടിയുടെ ക്യാരക്ടർ ഫീനോടൈപ്പായിട്ട് പുറത്തേക്ക് കാണുന്നു. അങ്ങനെ ഉയരം കുറവുള്ള ചെടി ഉണ്ടാകുന്നു. ഓക്കെ, സോ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി വയ്ക്കുക, എന്താണ് അതിൻ്റെ ആശയം എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഏത് രീതിയിൽ ചോദിച്ചാലും എഴുതാൻ പറ്റും. സോ ഇതുവരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഡൈഹൈബ്രിഡ് ക്രോസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ കമൻസിൽ അറിയിക്കുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.